മുസ്ലിം സമൂഹം വിശുദ്ധ റംസാൻ മാസത്തിലെ പ്രാർത്ഥനകളിലും വ്രതാനുഷ്ഠാനങ്ങളിലും മുഴുകിയിരിക്കുന്ന സമയമാണിത്. എന്നാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ കൊല്ലപ്പെട്ടത് വ്രതമനുഷ്ഠിച്ച 4 മുസ്ലിങ്ങളാണ്. 4 വ്യത്യസ്ത കൊലപാതകങ്ങൾ, 4 വ്യത്യസ്ത സംസ്ഥാനങ്ങൾ. പക്ഷേ ഈ 4 സംഭവങ്ങളിലും ഇരയാക്കപ്പെട്ടവർ ഒരേ മതവിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നത് യാദൃശ്ചികമല്ല. ലക്നൗ മുതൽ മധുബനി വരെയും ദർഭംഗ മുതൽ ഹരിയാന രാജസ്ഥാൻ അതിർത്തി വരെയും പടർന്നു കിടക്കുന്ന ഈ ചോരക്കറകൾ വെറും യാദൃശ്ചികമല്ല, മറിച്ച് ആസൂത്രിതമായ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമാണ്. ഭരണകൂടം നേരിട്ടോ അല്ലാതെയോ നൽകുന്ന മൗനാനുവാദമാണ് ഈ ആക്രമികൾക്ക് കരുത്താകുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഒരു കൊലപാതകം നടന്നത്. മാർച്ച് 2-ന് കൃഷ്ണനഗറിൽ നടന്ന ക്രൂരമായ ഒരു സംഭവം. 13 വയസ്സുകാരനായ ഉനൈസ് എന്ന ബാലൻ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ജന്മദിനാഘോഷത്തിന് പോയതായിരുന്നു. എന്നാൽ തിരിച്ചു വന്നത് അവന്റെ ജീവനറ്റ ശരീരമാണ്. നെറ്റിയുടെ കൃത്യം മധ്യഭാഗത്ത് വെടിയേറ്റ നിലയിലാണ് ഉനൈസിനെ കണ്ടെത്തിയത്. പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇതൊരു അപകട മരണമാണ് എന്നാണ്. എന്നാൽ ഈ കൊലപാതകം നടന്നത് BJP നേതാവും കരാറുകാരനുമായ സഞ്ജീവ് ത്രിപാഠിയുടെ വീട്ടിലാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അബദ്ധത്തിൽ പൊട്ടിയ വെടിയുണ്ട എങ്ങനെ കൃത്യമായി നെറ്റിയുടെ മധ്യത്തിൽ തന്നെ പതിച്ചു എന്ന ഉനൈസിന്റെ കുടുംബത്തിന്റെ ചോദ്യത്തിന് പോലീസിന് കൃത്യമായ ഉത്തരമില്ല. അധികാരത്തിന്റെ തണലിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും കൊലപാതകത്തെ അപകടമാക്കി മാറ്റാൻ യോഗി ഭരണകൂടത്തിന് കീഴിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നുമാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. ലക്നൌവിൽ നിന്ന് നമ്മൾ ബീഹാറിലെ മധുബനിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഇതിലും ക്രൂരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. 65 വയസ്സുള്ള റോഷൻ ഖാത്തൂൺ എന്ന വൃദ്ധ തന്റെ ഗ്രാമത്തിലെ ഒരു തർക്കം പരിഹരിക്കാൻ സഹായം തേടി ഗ്രാമത്തലവനെ സമീപിച്ചതായിരുന്നു. BJP-JDU സഖ്യം ഭരിക്കുന്ന ബീഹാറിൽ മുസ്ലിം വിരുദ്ധ വികാരം ആളിപ്പടർത്താൻ ശ്രമിക്കുന്ന ഗ്രാമത്തലവനും അയാളുടെ ഹിന്ദുത്വ അനുയായികളും ചേർന്ന് ആ വൃദ്ധയെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. നോമ്പെടുത്തു നിന്നിരുന്ന അവരെ കൊണ്ട് മദ്യവും പശുവിന്റെ മൂത്രവും നിർബന്ധപൂർവ്വം കുടിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ബീഹാറിലെ തന്നെ ദർഭംഗയിലാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. ഇവിടെ 65 വയസ്സുകാരനായ അബ്ദുസലാം കൊല്ലപ്പെട്ടത് വർഗീയ അധിക്ഷേപങ്ങൾ നടത്തിയ ഒരു കൂട്ടത്തെ തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ്. ഒരു സംഘപരിവാർ അനുഭവമുള്ള യുവാക്കൾ വർഗീയ വിദ്വേഷം പടർത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് ചോദ്യം ചെയ്ത സലാമിനെ ഇരുമ്പുവടികൾ കൊണ്ട് അടിച്ചു കൊല്ലുകയായിരുന്നു. ഏത് നിയമവിരുദ്ധ കൃത്യം ചെയ്താലും ഭരണകൂടം കൂടെയുണ്ടാകുമെന്ന ബോധ്യമാണ് ഇത്തരക്കാരെ നയിക്കുന്നത്. ഇതേ ആഴ്ച തന്നെയാണ് ഹരിയാനയിലെ പല്ല സ്വദേശിയായ 28 വയസ്സുകാരൻ ആമിർ കൊല്ലപ്പെടുന്നത്. രാജസ്ഥാനിലേക്ക് ട്രക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന ആമിറിനെ ബജ്രംഗ് ദൾ പ്രവർത്തകർ പശുക്കടത്ത് ആരോപിച്ച് തടഞ്ഞു നിർത്തി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മോനു മനേസറിനെ പോലുള്ളവർക്ക് ഹരിയാന പോലീസ് നൽകുന്ന അതേ സംരക്ഷണം ഈ കൊലപാതകികൾക്കും ലഭിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ 4 സംഭവങ്ങളും വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇരകൾ എല്ലാവരും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരോ ആണ്. പ്രതികൾ പലപ്പോഴും രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായോ ഭരണകൂടവുമായോ അടുത്ത ബന്ധമുള്ളവരുമാണ്. വിശുദ്ധ റംസാൻ മാസത്തിൽ പോലും ഇത്തരം ആക്രമണങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നത് രാജ്യത്ത് വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്.